സ്റ്റിച്ച് പോലും അകന്നിട്ടില്ല. നമ്മള് ക്വാളിറ്റിയും പറയുമ്പോഴേ ഇത് കൊടുക്കുന്ന സാധനം വൃത്തിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നമ്മളെ 20 രൂപ തൊട്ടാണ് നമ്മുടെ ഗ്രോ ബാഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര എണ്ണം വേണമെങ്കിലും തരാം. നിങ്ങൾ ഇനി ഒരെണ്ണം മതി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആയിട്ട് അയച്ചു തരും. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഇത് വേറൊന്നുമില്ല, ഇത് 15 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് ഉള്ള സാധനം കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിടിച്ചു വലിച്ച് പറ്റുമെങ്കിൽ കീറിക്കോ. പിടിച്ചോ. പിന്നെ ആ കീറങ്ങോട് അവിടെ കീറങ്ങോട് ഒന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. എത്ര ചെറിയ കുളമാണെങ്കിലും എത്ര വലിയ കുളമാണെങ്കിലും നമ്മൾ സൈറ്റിലൊന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പം മെറ്റീരിയൽ മാത്രം മതി എന്ന് വിചാരിച്ചോ. മെറ്റീരിയൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. 100 അടി നീളം, 50 അടി വീതി, എത്രയാണ് അളവെന്ന് വെച്ചാൽ അളവ് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ പോലും അതിൻ്റെ അത് കുറയില്ല. ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരില്ല. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വലിപ്പം ഒക്കെ ഉള്ള സംഗതിയാണെങ്കിലും നമ്മൾ നമ്മുടെ ടീമുണ്ട്. ടീം വന്ന് കേരളത്തിൽ എവിടെയെങ്കിലും വന്ന് ചെയ്ത് കൊടുക്കും. കർഷകർക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ, അതിപ്പോൾ ഗ്രോ ബാഗുകളായാലും ഇനി പടുതാക്കുളം നിർമ്മിക്കാനുള്ള ഷീറ്റുകളായാലും എന്തായാലും നല്ല ക്വാളിറ്റിയിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാനായിട്ട് കർഷകൻ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഈ കാണുന്നത്. ഇവിടുന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു ഫാക്ടറിയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? നമുക്കത് ഈ ഒരു ഫാക്ടറിയുടെ ഓണർ ഒന്ന് പരിചയപ്പെടാം. സാർ, അപ്പോൾ എന്താ നമ്മുടെ ഫാക്ടറിയുടെ പേര്? സാറൊന്നും വേണ്ട. സാറൊന്നും വേണ്ട, ഞാൻ കൃഷിക്കാരനും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് സാർ വിളി ശരിയാവില്ല അല്ലേ? അത് സെറ്റ് ആവില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ നമ്മുടെ കമ്പനിയുടെ പേര്? എന്താണ്? ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി എന്നാണ് കമ്പനിയുടെ പേര്. സ്ഥലം മാരാങ്കോട്. എനിക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ പുതിയത് കേൾക്കുക. ചാലക്കുടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോന്നാൽ മാരാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെള്ളിക്കുളങ്ങര റൂട്ട്. ഓക്കെ, ചാലക്കുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മണിച്ചാറിൻ്റെ ഒക്കെ നാട്, തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ, ഇവിടെ 8:30 തൊട്ട് 5:30 വരെയാണ് നമ്മുടെ ഫാക്ടറി ടൈം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വരാം, കാണാം. ഇവിടെ കുറച്ച് മീൻകുളങ്ങളുണ്ട്. പുതിയതായിട്ട് മീൻ കൃഷി അല്ലെങ്കിൽ പോണ്ടുകൾ, പടുതാക്കുളങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടേച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് ഐഡിയ പുതിയത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ പലരും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നുണ്ടോന്ന് നമുക്ക് പരാതിയില്ല. ഞായറാഴ്ച വന്നു പോരുത്. അത് മാത്രം വേണ്ടല്ലേ? ശരിയാവില്ല, അതല്ല നമ്മളുണ്ടാവില്ല മിക്കവാറും. അപ്പോൾ പിന്നെ വന്നിട്ട് ചിലപ്പം ദൂരെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗ് നമ്മൾ എല്ലാ സൈസിലും, ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ, ഇനിയിപ്പം ഏത് ഷേപ്പിൽ നമ്മൾ പറഞ്ഞാൽ അല്ലേ, ഏത് സൈസിലും. കസ്റ്റമൈസേഷനാണ് ഇവിടുത്തെ മെയിൻ. നിങ്ങളുടെ വീടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പോട്ടുകൾ വരെ ഇവിടെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഗ്രോ ബാഗുകളുണ്ട്. പിന്നെ ചെയ്യുന്നത് എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ പടുതാക്കുളങ്ങൾക്കുള്ള ടാർപോളിൻ. അതിൽ നമ്മൾ ചെയ്യുന്നതിൽ 5 വർഷം വരെ വാറണ്ടിയോട് കൂടിയുള്ള ഷീറ്റുകളുണ്ട് പടുതാക്കുളങ്ങൾക്കുള്ളത്. അതൊരു 10 to 15 years ഒക്കെ ലൈഫ് കിട്ടുന്ന ഷീറ്റുകളുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വലിച്ചു കിട്ടുന്ന ടാർപോളിൻ ഷീറ്റില്ലേ, അതും ഈ പറഞ്ഞ വഴി നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പം കിട്ടാറില്ല. ഒന്നുകിൽ കൂടിയിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞിരിക്കും അല്ലേ. പിന്നെ വേറൊരു കോഴിക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. കോഴിക്കൂടല്ല, ഇനിയിപ്പോൾ നമ്മളുടെ സാധാരണ യൂസ് ആണെങ്കിലും ചൂട് താഴേക്ക് വരാത്തൊരു തരം ഷീറ്റുണ്ട് നമ്മുടെ. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളൊരു ഷീറ്റ് വലിച്ചു കെട്ടി, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി. പക്ഷേ ഈ നീല കളർ ഷീറ്റാണെങ്കിൽ അതിൻ്റെ ചോട്ടിലിരുന്ന് വേർത്ത് ഒലിക്കും നമ്മൾ. ഇത് താഴേക്ക് ചൂട് വരില്ല. അടിയിലിരുന്ന് അതിന് താഴെ ഇരുന്ന് വളരെ കംഫർട്ടായിട്ട് ജോലി ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഷീറ്റുണ്ട്. അതും ചൂട് പറയുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. അതെ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 ഐറ്റങ്ങൾ നമ്മുടെ മെയിനായിട്ട് ഉള്ളത്. അത് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമെന്ന്. ഫിക്സഡ് സൈസ് അല്ല ഒന്നും. ഏത് സൈസ് വന്നാലും നമ്മൾ 26,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സിംഗിൾ ഷീറ്റ് നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്.
അത്രയും അല്ലേ? 26,000 സ്ക്വയർ ഫീറ്റ്. അത് എത്രയല്ലേ? 1100 കിലോയോ ആയിട്ടുണ്ടായിരുന്നു. അല്ലേ? കൊണ്ടുപോയി ശരിയാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അല്ലേ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഡെലിവറി സൗകര്യം ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഇപ്പം വിളിച്ചു പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ കമ്പനി അക്കൗണ്ടിലേക്ക്, ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പലരും അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് പിന്നെ ആളെ കാണില്ല, അക്കൗണ്ടും ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല. ഇത് ഫാക്ടറി അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പാർസലോ കൊറിയറോ അതിൻ്റെ സൈസും വെയിറ്റും ഒക്കെ അനുസരിച്ച് അവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് ആണെങ്കിൽ അയക്കും അല്ലേ? അത് ഉറപ്പായിട്ട് പറയാം. ഉറപ്പ്. സിംഗിൾ പീസ് ചോദിച്ചാൽ, കാരണം വീട്ടിലേക്കൊക്കെ ഒരുപാടൊന്നും ആവശ്യമില്ലാത്തവർക്കും മിനിമം ക്വാണ്ടിറ്റി ചോദിച്ചാൽ പോലും ഇവിടെ നിന്ന് അയച്ചു തരാം. അതാണ് എടുത്ത് പറഞ്ഞത്, സിംഗിൾ പീസ് എന്ന് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചില ഫാക്ടറിക്കാരെന്ന് പറഞ്ഞാൽ അയക്കില്ല. ഫാക്ടറി എന്നുള്ള അവർക്ക് ബൾക്ക് പർച്ചേസാണ് അവർക്ക് ഇഷ്ടം അല്ലേ? ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ചോദിച്ചാലും അവർ അയച്ചു തരുന്നതാണ്. പിന്നെ ഡെലിവറി സൗകര്യം ഇന്ത്യയിൽ എവിടേക്കായാലും അയക്കാം അല്ലേ? എവിടേക്കായാലും അയക്കാം. ഇനി പടുതാക്കുളത്തിന് വേണ്ട മെറ്റീരിയലുകൾ അത് ഒന്നുകിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എത്തിച്ചു തരാം അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് ചെയ്തു തരാം. അത് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഇവിടുത്തെ പ്രൈസുകൾ എങ്ങനെ, റീസണബിൾ ആണോ? പ്രൈസുകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വേറെ എവിടെ അന്വേഷിച്ചാലും ഇതിൽ കൂടുതലായിരിക്കും. അതെ, ഇതിൽ കൂടുതലായിരിക്കും. അതിനേക്കാളും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉറപ്പായിട്ടും അല്ലേ, ഒരു സംശയം വേണ്ട. ഓക്കെ, ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് ഉറപ്പ് വരുത്തി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് ക്വാളിറ്റി എല്ലാം കണ്ട് മനസ്സിലാക്കി. നിങ്ങൾക്ക് വീഡിയോ തുടക്കം കണ്ടപ്പോൾ മനസ്സിലായി കാണും, അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും, ബാഗായാലും എല്ലാ ഐറ്റംസും ചെയ്ത് കൊടുക്കുന്നത്. ധൈര്യമായിട്ട് വാങ്ങാം. നമുക്ക് ബാഗിൻ്റെ കുറച്ച് സൈസുകളൊക്കെ ഒന്ന് കണ്ടാലോ? പിന്നെന്താ, പോയാലോ അങ്ങോട്ട്? ഇതെന്താണെന്നറിയോ, ട്രയാങ്കിൾ ഗ്രോ ബാഗാണ്. ഇപ്പം നമുക്ക് സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റെപ്പിലും ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ചെടി വെച്ചാൽ. അതുപോലെ തന്നെ റൂമിന്റെ കോർണറിൽ നമുക്ക് ഇത് വെക്കാം. ഇപ്പം ചില വീടുകളിലൊക്കെ കാണാൻ പറ്റില്ല, ഇൻഡോർ പ്ലാന്റ്സ് നന്നായിട്ട് വെക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പം അത് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്, നമുക്ക് വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കാം. ഇതല്ലേ? നമ്മളിപ്പം ഓഫീസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം എല്ലാം റൗണ്ട് ഷേപ്പ് ആണല്ലോ മിക്കവാറും, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലം കൂടുതലെടുക്കും. ഇതാകുമ്പോൾ മൂലയ്ക്ക് വെച്ചാൽ കറക്റ്റായിട്ട് ഇരുന്നോളും, സ്ഥലം പോവില്ല. ലോണ്ടറി ബിന്നായിട്ട് ഇതിന്റെ വലിയ സൈസ് നമ്മൾ സൈസ് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പൊ എന്നാ വെച്ചാൽ ലോണ്ടറി നമ്മുടെ മുഷിഞ്ഞ തുണിയൊക്കെ റൂമിൽ സാധാരണ നമ്മൾ കൂട്ടിയിട്ടിട്ട് പിന്നെ ഒരുമിച്ചാണല്ലോ കൊണ്ട് അലക്കുക. അപ്പൊ അതിന് സ്ഥലം പോകാതെ മാക്സിമം യൂട്ടിലിറ്റി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് അല്ലേ ഈ റൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ കണ്ടില്ലേ, ഇത് നോക്കി, ഇതിപ്പോ കണ്ട കറക്റ്റ് ആയിട്ട് ഒരു അതെ സ്ഥലം വേസ്റ്റ് ആവാതെ കണ്ടോ. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ റൂമിന്റെ കോർണറിലോ എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി വേസ്റ്റ് ബിന്നായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് സൈസ് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സൈസിൽ, ഇത് ശരിക്കും പറയാൻ ഫാക്ടറിയാണ്, ഫാക്ടറിയിൽ നമ്മൾ നേരിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന സൈസിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് സൈസിൽ ചോദിച്ചാലും നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റും, അതും ബെസ്റ്റ് പ്രൈസിൽ അല്ലേ? ഉറപ്പായിട്ടും. ഇതിപ്പോ നമുക്ക് ലോണ്ടറി ബാഗ് എന്ന് പറഞ്ഞില്ലേ, ലോണ്ടറി ബാഗായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ, നമുക്ക് മിക്കവാറും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. അത് ഒന്നില്ലെങ്കിൽ റൗണ്ട് ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും, അപ്പോൾ സ്ഥലം കൂടുതൽ ഒക്യുപ്പൈ ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് റൂമിൻ്റെ കോർണറിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊരു ശല്യമില്ലാതെ അങ്ങ് ഉപയോഗിക്കാം. ലോണ്ടറി ബാഗ് വലിപ്പം കൂടിയതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റാൻഡ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പോക്കറ്റ് വെച്ചിട്ട് ഇതിനകത്ത് കണ്ടോ, അപ്പം സ്റ്റാൻഡ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ലോഡ് പിടിച്ചിരിക്കും. നിസ്സാര പരിപാടിയേ ഉള്ളൂ ഇത് കണ്ടോ. നിങ്ങൾക്ക് അതിലും ഉണ്ടാക്കാം, നമ്മൾ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. കണ്ടോ, ചുമ്മാ ഊരിയെടുത്ത് ഡിസ്മാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. നമ്മള് ഈ കയറ് ഉരുക്കി അടിക്കുന്നതാണ്, കയറ് ഉരുക്കി ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതാണ്. ഇതേ നമ്മുടെ കമ്പനിയിലുള്ള ഏറ്റവും കുഞ്ഞനാണ്, 6x6 എന്ന് വെച്ചാൽ 6 ഇഞ്ച് നീളം 6 ഇഞ്ച് വ്യാസം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഇത് മേടിച്ചു കൊടുത്തിട്ട് പറയുക, മോനെ ഇതിൻ്റെ അകത്ത് ഒരു മുളകും തൈ വെച്ചിട്ട് ഇതിൽ നിന്ന് മുളക് എനിക്ക് പറിച്ചു തരുന്നൊക്കെ അപ്പനമ്മയൊക്കെ പറഞ്ഞാലേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, പിള്ളേർ ഇതൊക്കെ ചെയ്യും കേട്ടോ, നിങ്ങൾ പിള്ളേർ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കുഞ്ഞൻ ഇത് 9x9 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. ഇത് നമ്മൾ സാധാരണ ചെടിച്ചട്ടിക്ക് പകരം ഉപയോഗിക്കുന്നൊരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളെന്ന് എനിക്കറിയില്ല, എൻ്റെ വീട്ടിലൊക്കെ ആ ശല്യമുണ്ട്. അതായത് ഇനി വന്നേ, നമ്മളെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ വിളിക്കുകയും ചെയ്യും, എന്നിട്ട് ഈ ചട്ടിയിലൊന്ന് പിടിച്ചേ. അപ്പം ചിലപ്പോൾ നമ്മൾ ആ സമയത്തിന് മൂടനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. മീൻസ്
ഭാര്യയുടെ ശല്യം ഉണ്ടാവില്ലെന്ന്. അതായത് ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ, ചെടിച്ചട്ടി പിടിച്ചു വയ്ക്കാൻ നിങ്ങൾ വിളിക്കില്ല. അപ്പോൾ അവർക്ക് തന്നെ, സ്ത്രീകൾക്ക് തന്നെ എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒരു സൈസാണ്, ചെടി വെക്കാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സൈസാണ് ഇത് 9x9. ഞാൻ പിന്നെ വില പറയാത്തതിനൊരു കാരണമുണ്ട്. ലക്ഷ്യം വിചാരിക്കരുത് തന്നെ താഴെ ഒന്ന് തെറി വിളിക്കരുത്. കാര്യത്തിലുള്ളൂ, റോ മെറ്റീരിയലിൻ്റെയൊക്കെ വിലകൾ മാറും. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരാൾ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ കാണുമ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഇത്ര കാശല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ ഇത്ര കാശ് പറഞ്ഞാൽ എങ്ങനെയാണ്, കുറച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലപ്പോൾ കൂടാലോ. നമ്മളിപ്പോൾ 2 കൊല്ലം മുമ്പ് അരി മേടിച്ച വിലയ്ക്ക് ഇപ്പോൾ കിട്ടുമോ? അതുകൊണ്ടാണ് വില പറയാത്തത്. ഇത് 12x9, 12 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. സാധാരണ പഞ്ചായത്തിലൊക്കെ സ്കീമിൽ ഒരു വീട്ടിൽ 25 ചട്ടി വിത്ത് മണ്ണ്, വളം, ചെടി, പച്ചക്കറി എല്ലാം അടക്കം കൊടുക്കുന്ന സ്കീമിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഈ 12x9. ഇത് ഒരു അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഒരുവിധപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിനകത്ത് വയ്ക്കാം. ഇത് ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇത് 15x9, അതായത് 15 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. ഇത് എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ കുറച്ച് പേര് പടലം കൂടുതൽ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വെക്കാവുന്ന, പിന്നെ ബഞ്ചായിട്ട് വെക്കാവുന്ന ഈ മല്ലിയില, പുതിനയില അങ്ങനെയുള്ള ബഞ്ചായിട്ട് ചെയ്യാവുന്ന കൃഷികളൊക്കെ ചെയ്യാവുന്ന ഒരു സാധനമാണ്. നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് 18x9. നമ്മളിപ്പം നോക്കുമ്പോഴേ ചീര, പിന്നെ അങ്ങനെ കൂട്ടത്തോടെ വെക്കാവുന്ന, പാകി മുളപ്പിക്കുന്ന ഐറ്റംസൊക്കെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് 18x9. ഇതിപ്പോഴേ നമുക്ക് സ്ഥലം കുറവാണെന്ന് വിചാരിച്ചു, വെക്കാനുള്ള സ്ഥലം കുറവാണെങ്കിൽ ഇതിന് വട്ടം കുറവാണ്. ഓക്കെ, വട്ടം 9 ഇഞ്ചേ ഉള്ളൂ, ഹൈറ്റ് 12 ഇഞ്ചുണ്ട്. ഓക്കെ, ഇത് സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് 12x12. ഓക്കെ, എന്നെ സംഭവം വെച്ചാൽ 12 ഇഞ്ച് വ്യാസവും 12 ഇഞ്ച് ഹൈറ്റും ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ 12x12. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് ഇന്ന കാറ്റഗറിയിൽ നിന്ന് തിരിക്കാതെ നമുക്ക് ഏത് പച്ചക്കറിയോ ഈവൻ ചെടിയോ ഒക്കെ വയ്ക്കാവുന്ന ഒരു ഐറ്റമാണ് 12x12. ഇത് 18x12. ഓക്കെ, സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ വാർക്കപ്പുറത്തൊക്കെ ചേന വെക്കണമെന്നൊക്കെ നമുക്കൊരു മോഹം തോന്നിയല്ലേ, വെക്കാവുന്ന ഒരു ഐറ്റമാണ്. അത്യാവശ്യം നമുക്ക് വട്ടം കൂടുതലുണ്ട്, ഉയരമുണ്ട്, ചേന കൃഷിക്ക് പറ്റിയൊരു ഐറ്റമാണ് ഈ സംഗതി. 18x12. ഇത് 15x15. ഇത് ഒരുവിധപ്പെട്ട നമ്മൾ ചെറിയ ട്രീസൊക്കെ നമ്മൾ കുറച്ച് നാളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ചെറിയ മരങ്ങൾ, പഴവർഗ്ഗ ചെടികളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്, അത്യാവശ്യം മണ്ണും കയറും. ഒരു പഴവർഗ്ഗങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇത് 18x24. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ടാവും, അതുകൊണ്ട് ഇച്ചിരി ഭാരത്തിലേക്ക്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് അങ്ങനെയുള്ള കുറച്ച് നാൾ നമുക്ക് ഗ്രോയിങ് സ്റ്റേജിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു ഇതാണ്. നല്ല മണ്ണും കയറും, വെയിറ്റും പിടിക്കും, നല്ല ഉഷാറാണ്. ഇത് മാവ്, പ്ലാവ് സംഗതികളൊക്കെ വയ്ക്കാവുന്ന ഇതാണ്. 24x24. 2 അടി വട്ടം, 2 അടി ഉയരം, കുറച്ചധികം നാൾ കീപ്പ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു സുഖമായിട്ട് ഒരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. 220 GSM ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി. ഇത് അത് തന്നെ ഹാൻഡിൽ വേണമെങ്കിൽ ഹാൻഡിൽ വെച്ച് തരും. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വീട്ടിൽ മുറ്റത്താണ് ഇത് നമ്മൾ വെച്ചേക്കണേ. ഒരു സപ്പോസ് ഒരു സപ്പോർട്ട വെച്ചു, അത് നിറച്ച് കായുണ്ട്, വീട്ടിലൊരു കല്യാണം വന്നു, അല്ലെങ്കിൽ മാമോദീസയോ പെരുന്നാളോ എന്തെങ്കിലും മീൻസ് സ്ഥലം ആവശ്യമുള്ളൊരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വന്നാൽ ഇതൊന്ന് എടുത്ത് പൊക്കണമെങ്കിൽ നമുക്കൊരു 4 ആൾ പിടിച്ചാൽ സുഖമായിട്ട് എടുത്തങ്ങ് കൊണ്ടുപോകാം. ഓക്കെ, എല്ലാത്തിനും ഹാൻഡിൽ ഉണ്ടാവില്ല. ഹാൻഡിൽ വേണമെങ്കിൽ ഹാൻഡിൽ വേണമെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ വെച്ച് തരും. ഇത് 30x30, അതായത് 30 ഇഞ്ച് വട്ടവും 30 ഇഞ്ച് ഹൈറ്റും. നമുക്ക് തെങ്ങ് അങ്ങനെ കുറേ നാൾ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള മരങ്ങളും മരത്തൈകളും ഒക്കെ വെക്കാവുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഡ്രമ്മൊക്കെ ഇല്ലേ, വലിയ ഡ്രമ്മിനേക്കാളും വലിപ്പമുണ്ട് ഈ സംഗതി. നിങ്ങളിപ്പോൾ നീല ഡ്രമ്മൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന സംഗതിയൊക്കെ കണ്ടില്ല, അതിനേക്കാളും വലിപ്പമുള്ളൊരു ഐറ്റമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് 12x9. കണ്ടോ, ഇപ്പോൾ ചെറിയ ചട്ടികൾക്കാണെങ്കിലും നമുക്ക് ഹാൻഡിൽ വെച്ച് തരാം. ഹാൻഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചോ, ഒന്നും പറ്റിയില്ല, ഇങ്ങനെ മടക്കി വെച്ചിട്ട് തൂക്കി പിടിച്ചിട്ടങ്ങ് പോവാം.
ഇത് വേറൊന്നുമില്ല, ഇത് 15 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് ഉള്ള സാധനം അത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. സ്ക്വയർ ഷേപ്പാണ്. ഓക്കെ, അതായത് 2 അടി നീളവും 1 അടി വീതിയും 1 അടി ഉയരവും. ഇപ്പോൾ എന്നാ വെച്ചാൽ നമ്മൾ ഇതിന് എല്ലാത്തിനും പോക്കറ്റ്, സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ പോക്കറ്റ് കൊടുക്കും. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ വെക്കുമ്പോൾ ഒരു കമ്പിൻ്റെ അകത്തോട്ട് വെച്ചാൽ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. 2 സൈഡിലും ഈ 2 പോക്കറ്റും പിന്നെ വീതിയുടെ ഭാഗത്ത് ഒരു പോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മളതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് സ്ട്രെങ്ത് ആയിട്ടങ്ങ് നിന്നോളൂ. സ്ക്വയർ ഷേപ്പ് എപ്പോഴും നമ്മൾ ഇതുപോലെ പോക്കറ്റ്സ് വെച്ചിട്ട് കൊടുക്കാറ്. എന്നാൽ ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് വേണം. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ ഒന്ന് സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഏത് സൈസ് പറഞ്ഞാലും ഇപ്പോൾ 12 അടി നീളം വേണം, 1 അടി വീതിക്ക് 12 അടി. ചിലപ്പം ചില വീടുകളിലേക്ക് ഉണ്ടല്ലോ വരാന്തയിൽ അല്ലെങ്കിൽ വരാന്തയോട് ചേർന്ന് മുറ്റത്ത് അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലത്തിൻ്റെ അളവ് ഇങ്ങോട്ട് വന്നാൽ ആ അളവനുസരിച്ചിട്ട് നമ്മൾ അടിച്ചു തരാം. ഇപ്പോൾ 1/2 അടി വീതിക്ക് മതി, ഒരു 20 അടി നീളത്തിൽ ഇതുപോലൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരും. ഏത് സൈസ് വേണമെങ്കിലും ഏത് ഷേപ്പും നമ്മൾ ചെയ്തു തരാം. ഇത് ഇച്ചിരി കൂടെ വലിയൊരു സ്ക്വയർ ഷേപ്ഡ് ബാഗാണ്. 4 അടി നീളവും 2 അടി വീതിയും 1 അടി ഹൈറ്റും ഉണ്ടല്ലോ. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഈ ബാഗിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റ് പറഞ്ഞില്ലേ, ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കും കയറ്റി വെച്ചാൽ അങ്ങ് സെറ്റപ്പായിട്ട് ഇരുന്നുള്ളൂ. ഇതിപ്പോൾ കോലിന് ഇച്ചിരി നീളം കൂടുതൽ, അത് കൂട്ടണ്ട, അത് മണ്ണിലേക്ക് പോകാൻ ഉള്ള കണക്കാക്കിയിട്ട് വെച്ചതാണ്. ഓക്കെ, അതുപോലെ എല്ലാ സൈഡിലും വയ്ക്കും, വീതിയുടെ ഭാഗത്തും നീളത്തിൻ്റെ ഭാഗത്തും നമ്മൾ വയ്ക്കും. അപ്പം നല്ല വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്. ഇത് വെർമി ബെഡാണ്. 8 അടി നീളം, 4 അടി വീതി, 2 അടി ഉയരം. ഇതെന്നാ സംഭവിച്ചാൽ ഇത് നമ്മൾ വിൻഡോ കൊടുക്കുന്നതാണ്. ഓക്കെ, വീതിയുടെ സൈഡിൽ ഒരു വിൻഡോ കൊടുക്കും, നീളത്തിൻ്റെ സൈഡിലും കൊടുക്കും. അതുപോലെ തന്നെ പോക്കറ്റ്സും ഉണ്ടാവും. ഈ പോക്കറ്റ്സ് നമ്മൾ മണ്ണിൽ ഇപ്പോൾ കുറ്റി അടിച്ചിട്ടേ ജസ്റ്റ് അതങ്ങോട്ട് ഇട്ടാൽ മതി. വേണ്ട, എല്ലായിടത്തും പോക്കറ്റ്സ് ഉണ്ട്. അപ്പം ഈ കുറ്റിയിലങ്ങോട്ട് കുറ്റി അളവിനങ്ങോട്ട് കുറ്റിയോ പൈപ്പോ എന്താ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അടിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും. അടിഭാഗത്ത് നമ്മൾ ഒരു വെർമി വാഷ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ PVC പൈപ്പ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർമി വാഷ് കളക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അത് വലിപ്പം അനുസരിച്ച് നമ്മൾ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നെറ്റുണ്ട്. ഇതാ കണ്ടോ, നെറ്റ് നമ്മൾ ആ താഴെ കാണിച്ച പോക്കറ്റിൽ കൂടെ എൻ്റെ വിരൽ കാണാമല്ലേ. അപ്പം ഇതിൽ വെർമി വാഷ് ഇറങ്ങിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പൈപ്പിൽ കൂടെ അങ്ങോട്ട് നമുക്ക് ഒഴിപോലെ കിട്ടും. ഇത് വെർമി ബെഡിന് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും അടിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന ഒരു സൈസ് കാണിച്ചെന്നുള്ളൂ. എനി സൈസ് വി കൻ മെയ്ഡ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിന്നും ഗ്രോ ബാഗ് വാങ്ങണം? അതിനുള്ള കാരണമാണ് ഇനി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇത് എല്ലാവർക്കും പരിചയമുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രോ ബാഗാണ്. ദേ ഈ ഒരു ഷേപ്പും ഈ ഒരു കളറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി എന്താണ് നമ്മളിവിടെ മേക്ക് ചെയ്യുന്ന ബാഗിൻ്റെ പ്രത്യേകത? നമ്മൾ എന്താ വെച്ചാൽ ഇത് സാധാരണ മാർക്കറ്റിലൊരു 190-185 GSM മെറ്റീരിയൽ എടുത്തിട്ട് പറയും 200 GSM പറയും. 200 വിട്ടൊരു കളിയില്ല, 200 പറയും, ഏതാണെങ്കിലും അടിച്ചാൽ പറയും. അത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നതെല്ലാം 220 GSM-ലാണ്. അതിൽ കുറേ മെറ്റീരിയൽ നമ്മൾ എടുക്കില്ല. ഇനി ഈ അങ്ങനെ ലോഡ് ലോഡ് തന്നെ നമ്മൾ തിരിച്ചു വിട്ട് ചരിത്രമുണ്ട്. മീൻസ് നമുക്ക് ബിസിനസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ഒരാളുടെ പറ്റിച്ചിട്ട് 10 പൈസ നമുക്ക് വേണ്ട, ആ ഒരു പോളിസിയാണ്. അപ്പം നിങ്ങൾ ഇത് രണ്ടും ഒന്ന് പിടിച്ചു. അതെ, ഞാൻ അതാ പറയാൻ വന്നത്. ഇത് ശരിക്കും ഞാനിത് രണ്ടും കൂടെ വെച്ചിട്ട് നോക്കിയതാണ്. അപ്പോഴേക്കും ഈ GSM-ന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ ഫാക്ടറി നേരിട്ട് വരാണെങ്കിൽ, ഇപ്പോൾ ഷോപ്പുകളിലേക്ക് നഴ്സറികൾ, നമ്മുടെ ചാനലിൽ ഒത്തിരി എൻക്വയറി വരാറുണ്ട്, നഴ്സറിക്കാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ധൈര്യമായിട്ട് ഈ ഫാക്ടറി നേരിട്ട് വരിക. നേരിട്ട് വരുമ്പോഴേക്കും ഈ ബാഗും ഇതേ ചെയ്യുന്ന ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കത് കൃത്യമായിട്ട് കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അല്ലാതെ നമുക്കിപ്പോൾ വീഡിയോ കാണുന്നവരുടെ നമുക്ക് പറയാനേ പറ്റുള്ളൂ നിങ്ങൾക്കത് എന്താ എത്രമാത്രം ഇത് രജിസ്റ്റർ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി, ആ ഒരു GSM-ന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിലൊന്ന് ബാഗ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ
അത് എങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലേ? അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്താ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ 2 mm കയറാണ്. അതെ, നമ്മൾ 4 mm കുറച്ച് ചെയ്യാറില്ല. 4 mm കയറിടുക എന്നാ വെച്ചാൽ എന്നാലും അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ ഇതിന് കിട്ടുള്ളൂ. ഇത് നോക്കി രണ്ടും തമ്മിലുള്ള ഈ കയറിന്റെ സൈസ് ഡിഫറൻസ് നോക്കി. ഇത് നമ്മൾ ഈ തയ്ച്ച് പിടിപ്പിക്കൊന്നുമില്ല. ഇത് മെഷീനിൽ 550 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ ഷീറ്റും ഈ മെറ്റീരിയലും കയറും കൂടെ ഒരുമിച്ച് വിട്ട് ഈ കയറിനെ മെൽറ്റ് ചെയ്ത് ഇതിനകത്ത് പിടിപ്പിക്കുന്ന. ഇതെന്താ ഈ ഒരു ഡിസൈൻ? ഇതേ ഇപ്പോൾ നമ്മള് ഇപ്പൊ വണ്ടി മേടിക്കാന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു സാധനം നമ്മളായിട്ട് ഫിറ്റ് ചെയ്യൂല. കമ്പനിക്കാർ എങ്ങനെ തന്നാലും നമ്മുടെ ഒരു ഐറ്റം കാണും, എന്തെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ തലകെട്ടിട്ട് കണ്ടില്ലേ, അതെ, അതുപോലെ ഞാൻ ഇതിനൊരു തലക്കെട്ട് കൊടുത്തതാ. ഇത് രണ്ടും നോക്കി, ഇപ്പൊ നിങ്ങള് ഭംഗി നോക്കുന്നവരാണെങ്കിൽ ഇത് രണ്ടും നോക്കി. ഇത് ഫുള്ള് ഗ്രീനാണ്. ഇത് മുകളിൽ ഇതിനൊരു തലക്കെട്ട് വരുമ്പോ ഒരു ഭംഗിയില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ട് അല്ലേ? ഗൗരവമായിട്ട് നോക്കണേ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഒരു ഐറ്റം, ഇതും നമ്മുടെ മാർക്കറ്റിലെ ഗ്രോ ബാഗിൽ കാണാൻ വഴിയില്ല. ഇത് നമ്മുടെ ഗ്രോ ബാഗ് ആണെങ്കിൽ കണ്ട ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാവും. ഒപ്പം ഇത് കണ്ട ഇപ്പം അല്ലാത്ത മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതോ നിങ്ങൾ വാങ്ങാൻ പോകുന്നതായിട്ടുള്ള സംഗതിയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ജോയിൻറ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിട്ട് അതിനെ ക്രോസ് അടിക്കും. ഓക്കെ, ക്രോസ് അടിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് സ്ട്രെങ്ത് വേണം. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് പിടിച്ചു വലിച്ചേ, പറ്റുമെങ്കിൽ കീറിക്കോ, പിടിച്ചോ. കീറി കഴിഞ്ഞാൽ ഇത്രയും ബാഗ് പിന്നെ കീറങ്ങോട് അവിടെ കീറങ്ങോട് ഒന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. ചേർത്ത് കളയാന്നുള്ളതേ ഉള്ളൂ. ഇനി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഗ്രോ ബാഗ് ഈ ഒരു പ്രൈസിന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ശരിയല്ലേ? അതെ, അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായാലും കൂടുതലാണ് അല്ലേ? ഈ ഒരു ഡിസൈൻ വന്നപ്പോഴായാലും നമ്മുടെ ഭംഗി കൂട്ടുമ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ അതിന് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഇതിന്റെ ബോർഡർ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചെറിയ വ്യത്യാസം വന്നത് ഉരുകി പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. ഡിസൈനിന്റെ പുറകിൽ കുറച്ച് പണിയുണ്ട് അല്ലേ? വില അറിയണം, സാധനം വേണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോളൂ, എപ്പോഴെങ്കിലും വിളിച്ചോളൂ. എപ്പോഴെന്ന് പറഞ്ഞാൽ പറയുന്നേ ഉള്ളൂ. പിന്നെ ടൈമിൽ എത്ര മണി നമുക്ക് പറയാം? രാവിലെ എത്ര മണി വരെ? രാവിലെ ഒരു 8:30 മുതൽ ഒരു 6 മണി വരെ. എപ്പോഴും ഇനി അതിനുശേഷമാണെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ഫോളോ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഇത് അപ്പോൾ ഈ ഒരു ടൈമിൽ വിളിക്കാൻ നോക്കുക. വിളിക്കുന്നവർ ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഈ കുറഞ്ഞ പീസ് പറയുന്നുണ്ട്, മിനിമം പീസ് അങ്ങനെ ഇല്ലില്ല, ഒരെണ്ണം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ഒറ്റ സിംഗിൾ പീസ് നമ്മൾ വീഡിയോയിൽ പറയാണ്, ഒരുപാട് നമ്മൾ പറഞ്ഞൊന്നും മാറ്റൂല. അപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് ചോദിച്ചാൽ പോലും ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് പക്ഷേ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇദ്ദേഹത്തിന് വിളിക്കാം. ഞാൻ വീഡിയോയിൽ ഇദ്ദേഹത്തിന് നമ്പർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ക്വാളിറ്റി കണ്ടില്ലേ? ഈ ഒരു ഐറ്റം ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ? സിംഗിൾ പീസ് ആണെങ്കിൽ പോലും അല്ലേ? എന്നാന്നറിയോ, ഇപ്പം അരുണിനിപ്പോൾ ഒരു 10-25 വേണം. ഇത് സംഗതിയൊക്കെ കണ്ടു, പക്ഷേ എന്നാലും നമുക്കൊരു 25 മേടിക്കുമ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഒരെണ്ണം കൊണ്ടുപോയാൽ മതി, ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പിന്നെ കൊറിയർ അല്ലെങ്കിൽ പാർസൽ വഴിയാണ് അയക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിലയും അതിൻ്റെ ബാക്കിയുള്ള സംഗതികളും എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഓരോന്നും ഓരോ സൈസിലാണ്. അപ്പോൾ ഓരോ സൈസിൻ്റെ വില എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ്തിലേക്ക് പോകും. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കില്ല, ഡേറ്റ് നോക്കാതെ അല്ലേ ഇന്ന് പോസ്റ്റ് ചെയ്താൽ പോലും 2 വർഷം കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് വിളിച്ചിട്ട് ആ റേറ്റിൽ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് വാക്ക് വ്യത്യാസം വന്നു എന്നെല്ലാം ചോദിക്കുന്നതാണ് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇത്തിരി വൈകിയെന്ന് വേണം പറയാം. ഞാൻ ശരിക്കും പറയാം നമ്മുടെ ചാനൽ കാണുന്നവരോട് എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാൻ സ്റ്റേറ്റ് വരെ വിട്ടിട്ടാണ് ഈ ഗ്രോ ബാഗുകളുടെ വീഡിയോ വിലക്കുറവിലുള്ള കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്രയും സ്പീഡിൽ ഇവിടെ എത്തിയതാണ്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗുകൾ അല്ലേ, അതിന് കർഷകരിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. കർഷകരിലേക്കും വീടുകളിലേക്ക് അല്ലേ, വീടുകളിലേക്ക്, കർഷകരിലേക്ക്, ഗ്രൂപ്പുകളിലേക്കോ
എങ്ങോട്ട് വേണമെങ്കിൽ അല്ലേ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാൽ ഇത് കണ്ടില്ലേ നമ്മളൊന്ന് വീഡിയോയിൽ നിങ്ങൾ തുടക്കത്തിലേ കണ്ടപ്പോൾ മനസ്സിലായി കാണും അത്രത്തോളം ക്വാണ്ടിറ്റി അല്ലേ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഏത് സൈസിൻ്റെ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും ഇവിടെ തരാൻ വേണ്ടി സാധിക്കും. ഇനി കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സൈസ് പറഞ്ഞാലും അത് ചെയ്തു തരാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഗ്രോ ബാഗിൽ മാത്രമല്ല നമുക്ക് ചെയ്യുന്നത്, ടാർപോളിനുണ്ട്. ടാർപോളിനല്ല, ഇപ്പം ഫിഷ് ടാങ്കിനുള്ള ടാർപോളിൻ, ഫിഷ് ഇറിഗേഷനുള്ള ടാർപോളിന്, പിന്നെ വലിച്ചു കിട്ടുന്ന ടാർപോളിന് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ. കടയിൽ നിന്ന് നമുക്ക് ഈ കറക്റ്റ് നമ്മളുടെ സൈസിന് കിട്ടത്തില്ല, മിക്കവാറും ഒന്നിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഇപ്പം അളവ് എത്രയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 സെന്റിമീറ്റർ വ്യത്യാസം വരില്ല. കൊടുക്കാൻ പറ്റും. ഇത് വീഡ് മാറ്റ്, പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എയർ കിടക്കും, വായു കിടക്കും, വെള്ളം താഴോട്ട് പോവും, പക്ഷെ പുല്ല് മുളയ്ക്കില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? വീഡ് മാറ്റ് എന്നാണ് പറയാ. ചില സ്ഥലങ്ങളിൽ മൾച്ച് ഷീറ്റ് എന്ന് പറയും. നമ്മൾ ഇതിനകത്ത് തെങ്ങ് വെക്കാം, പ്ലാവ് വെക്കാം, മാവ് വെക്കാം എന്നൊക്കെ പറഞ്ഞാലും ഇത് ആ മാവും തെങ്ങും പ്ലാവും ഒക്കെ ഇരിക്കാനും അതിൻ്റെ മണ്ണ് കൊള്ളാനും അതിന് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ, അതിനുള്ള ഒരു ആംബിയർ ഉണ്ടോ നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് നടത്താം. എത്ര ഉണ്ടായിരുന്നേ തൂക്കം? 112 കിലോ. 112. നല്ല പുരോഗതി ഉണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞപ്പോഴേ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിക്കാൻ പോവാം. ഈ 4 മല്ലന്മാരെ എൻ്റെ അടുത്ത് തൂക്കിക്കൊണ്ടുപോയി. ഇത് 2x 2, അതായത് 24x24 ബാഗാണ്. അപ്പോൾ ഈ മല്ലന്മാർ എന്നെ ഒന്ന് പൊക്കിയെടുക്കാൻ പറ്റുമോ നോക്കാമല്ലോ. എടേ ഓ ഹോയ് ഓ ഹോയ് ഓ ഓ ഹോയ് 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 ഓ ഓ മതി 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 ഇല്ല ആ ബാഗ് തന്നെ കേട്ടോ. ഇതാ ഒരു കുഴപ്പമില്ല, സ്റ്റിച്ച് പോലും അകന്നിട്ടില്ല. നമ്മള് ക്വാളിറ്റിയും പറയുമ്പോഴേ ഇത് കൊടുക്കുന്ന സാധനം വൃത്തിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പുറം വശം മാത്രമേ കാണിച്ചുള്ളൂ, ഉൾവശം കൂടെ കാണിച്ചു തരാം. അതെ, എന്നെ എടുത്തിട്ട് ഒരു സ്റ്റിച്ച് പോലും ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ടോന്ന് നോക്കണല്ലോ നമുക്ക്. ഓക്കെ അല്ലേ? നോക്കിയോ, ഒരു കംപ്ലൈന്റും പറയാനില്ലേ? അപ്പോൾ ഇതാണ് ക്വാളിറ്റി. ഇത് പടുതാക്കുളത്തിനുള്ള ഷീറ്റുകളാണ്. 300 മൈക്രോൺ HDP ജിയോ മെംബ്രെയിൻ, 500 മൈക്രോൺ HDP ജിയോ മെംബ്രെയിൻ. ഇത് 5 വർഷം UV വാറണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ സെയിം 5 വർഷം UV വാറണ്ടി ഉള്ള ബ്ലൂ 500 മൈക്രോൺ, പിന്നെ 750 മൈക്രോൺ. അതുപോലെ ഇത് PVC കോട്ടൺ നൈലോൺ ഷീറ്റ് 750 GSM, PVC കോട്ടൺ നൈലോൺ 550 GSM, സെയിം തന്നെ വേറെ കളറൊന്നുമുള്ള 550 GSM. പടുതാക്കുളങ്ങൾക്ക് നമുക്ക് നോർമലി ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നോർമൽ ടാർപോളിൻ അത് 70 GSM, 90 GSM, 120 GSM, 120 GSM, 120 GSM, ലാലമ്പളി പോലെ ആയില്ലേ, 150 GSM, 150 GSM, 200 GSM, 200 GSM, 250 GSM, അങ്ങനെ എല്ലാ ടൈപ്പ് ടാർപോളിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടൈപ്പും ഉണ്ട്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്കുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് അളവ് പറയുന്നോ ആ അളവിൽ നമ്മൾ അടിച്ചു തരും. സൈഡിൽ അലുമിനിയത്തിൻ്റെ ഐലറ്റ് എന്ന് പറയും, എളുപ്പം മനസ്സിലാവാനായിട്ട് അലുമിനിയത്തിൻ്റെ ക്ലിപ്പ് അല്ലെങ്കിൽ ഹുക്ക് ഒക്കെ വെച്ച് തരുന്നുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, അളവ് വിളിച്ചു പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നാണെന്നറിയോ, ഇത് ഇവിടെ വരുന്നവർക്ക് ഡെമോ ആയിട്ട് ചെയ്തേക്കണതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സമനിരപ്പിലുള്ള കുളമാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ പൈസ ചിലവില്ലാതെ എങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കറണ്ട് ഇല്ലാതെ, അതായത് മോട്ടർ ഇല്ലാതെ വേസ്റ്റ് കളയാനുള്ളൊരു സംവിധാനമാണത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ച ഭൂമിക്ക് അടിയിലേക്ക് 2 അടിയും മുകളിലേക്ക് 2 അടിയാണ്. ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിയുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രെയിനേജ് തന്നെയാണ് ഇത്. ഓക്കെ, ഇതിന് നമ്മൾ ഈ വാൽവ് വെച്ചിട്ടുണ്ട്. ഈ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ
എന്നെ സംഭവിക്കാന്ന് വെച്ചാൽ ഭൂമിക്ക് മുകളിലുള്ള 2 അടി വെള്ളത്തിൻ്റെ പ്രഷറിൽ താഴേന്നാണ് വെള്ളം വലിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ ഈ കുളത്തിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ കുമ്പിൾ കുത്തിയ പോലെ ഒരു ഫണൽ ഷേപ്പിലാണ് എല്ലാത്തിൻ്റെയും ചെയ്യാൻ ചെയ്യുന്നതും. അപ്പോൾ വേസ്റ്റ് മുഴുവൻ ഈ പൈപ്പിൻ്റെ ചോട്ടിൽ വരികയും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതുവഴി ആദ്യം വേസ്റ്റാണ് തള്ളിപ്പോവുക. 1 ഇഞ്ച് പൈപ്പ് ഔട്ട് വന്നേക്കുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചിലേക്കാക്കി കൊടുത്തേക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കൂടുമ്പോൾ ഇതിങ്ങനെ വെള്ളം റൊട്ടേറ്റ് ചെയ്യും. ഒരു 2 സെൻറ്റ് വരെയുള്ള കുളങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളം വട്ടം കറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള മീനിൻ്റെ വേസ്റ്റ് പിന്നെ തീറ്റയുടെ വേസ്റ്റ് ഈ സാധനങ്ങളൊക്കെ കറങ്ങി സെൻറ്ററിലേക്ക് വരും. ആ പൈപ്പിൻ്റെ ചോട്ടി വരും. ഒരു വാൽവ് പറഞ്ഞാൽ ടക്ക് എന്നും പറഞ്ഞ് വേസ്റ്റ് എല്ലാം കൂടെ ക്ലീൻ ആവും. ഇതിപ്പോൾ എന്നാണെന്നറിയോ, ഇത് 15 സെൻറ്റ് വാട്ടർ ഏരിയ മാത്രമുണ്ട് വെള്ളം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഡെമോയ്ക്ക് വേണ്ടി ചെയ്തേക്കണ. അതായത് ഇവിടെ ആളുകൾ വരുമ്പോഴേ അപ്പോൾ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനത്തിന് വേണ്ടി ചെയ്തേക്കണേ. അപ്പോൾ ആ കൂടെ നമ്മൾ മീൻ വളർത്തുന്നു, അങ്ങനെയുള്ള സംവിധാനം. അപ്പം നമ്മളുണ്ടല്ലോ ഇപ്പം കേരളത്തിൽ എവിടെയാണേലും ഈവൻ കേരളത്തിന് പുറത്താണേലും നമ്മൾ എത്ര വലിയ കുളമാണെങ്കിലും നമ്മൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്ന കുറേ കുളങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് 2 പർപ്പസാണ്. മീൻ വളർത്തുന്ന പർപ്പസും ഉണ്ട്, അതുപോലെ തന്നെ നനയ്ക്കാനും ഉണ്ട്. നമ്മൾ ഈ നേരിട്ട് പറമ്പിലേക്ക് വെള്ളം അടിക്കുന്നതിന് പകരം നമ്മൾ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ മീൻ കുളത്തിലേക്ക് വെള്ളം അടിക്കും. എന്നിട്ട് ആ മീനിൻ്റെ വേസ്റ്റോട് കൂടിയിട്ടുള്ള വെള്ളം കൊണ്ട് പറമ്പ് നനയ്ക്കും. ഏറ്റവും നല്ല ഒരു ജൈവ വളം എന്നൊക്കെ പറയൂലേ, ഈ മീനിൻ്റെ വേസ്റ്റ് കാർഷിക വിളകൾക്ക് നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി, മീനും വളർത്താം, വാട്ടർ സ്റ്റോറേജും ആവാം. ഇത് നമ്മളെ പടുതാക്കളങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഇപ്പം വെള്ളം ഫുൾ പ്രഷറിൽ കിട്ടാൻ വേണ്ടിയിട്ട് പടുത തുളച്ചിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ളൊരു കണക്ടർ ഇത്. ഇപ്പം നമ്മൾ പൈപ്പ് ഭൂമിക്കടിക്കിട്ട് ഇട്ടേച്ച് ഇതും ഫിറ്റ് ചെയ്ത് പടുത ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഈ ബോൾട്ടുകൾ ഊരി കഴിഞ്ഞാൽ ഒരു 1 mm SS റിങ് ഇത് ഈ പ്ലേറ്റിങ് പോരും. ദെൻ പടുതയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ് മുകളിൽ വെച്ചിട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീക്കൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പം ടാങ്കിലൊരു 10 ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മേളിൽ പൈപ്പ് ഇട്ടേച്ച് താഴോട്ട് വലിച്ചിടുകയൊക്കെ ചെയ്യുന്നത് സാധാരണ നനയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോട്ടർ വയ്ക്കും. ഇത് കുളം ഉയരത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളത്തിൻ്റെ മൊത്തം പ്രഷർ കിട്ടും. ഈ സ്പ്രിങ്ക്ലർ അങ്ങനെയുള്ള ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ സഫീഷ്യൻ്റായിട്ട് പ്രഷർ കിട്ടും. തന്നെയല്ല ഫുള്ള് വെള്ളം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. 2 ഇഞ്ചുണ്ട്, 3 ഇഞ്ചുണ്ട്, 4 ഇഞ്ചുണ്ട്, പിന്നെ സൈസ് അനുസരിച്ചിട്ട് 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ഉണ്ട്. ഇതതിൻ്റെ സ്ട്രെയിറ്റ് ലെവലാണ്. അതായത് 2 രീതിയിലുള്ള ഫിറ്റിംഗ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞു തരാം. കൂടുതലായി ഓൺലൈൻ വഴിയാണ് ഇവരുടെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ ഇവരുടെ നമ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ആ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനിപ്പോൾ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആയാലും എത്ര കൂടിയ ക്വാണ്ടിറ്റി ആയാലും ഇതേ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ വാരിക്കൂട്ടിയിട്ട് വിൽപ്പന എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഞങ്ങൾ പല ക്യാപ്ഷനിൽ പല തമ്മിലിൽ വെച്ചിട്ടുണ്ട്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.